ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് റോസ്റ്റ് ആണ്. 2 ക്യാരറ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികളൊക്കെ ഇത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഈ ക്യാരറ്റ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. റോസ്റ്റ് ഉണ്ടാക്കാനായി 2 ക്യാരറ്റ് ഇതുപോലെ നേർമയായി സ്ലൈസ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ നേർമയായി സ്ലൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ 2 വലിയ തക്കാളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ അതേപോലെ തന്നെ 2 സവാളയും ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് പെരിഞ്ജീരകം ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നല്ല ജീരകമോ കടുകോ ചേർത്ത് പൊട്ടിച്ചാലും മതിയാവും. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. നേർമയായി നീളത്തിൽ അരിഞ്ഞ സവാളയാണ്. ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് റോസ്റ്റ് ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇത്ര മതിയാവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിൽ ചേർക്കുന്നുള്ളൂ. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ 1 ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമേ മസാലയായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി പോലും നമ്മൾ ഈ റോസ്റ്റിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇത് ചെറുതീയിൽ നന്നായി ഒന്ന് വാട്ടി ഇതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ചിടണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോ മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഈ മസാലയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോ തക്കാളിയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവുന്നത് വരെ നമ്മൾക്കൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇതൊരു 3 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വരും. 3 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഈ സ്പാച്ചില വെച്ച് തന്നെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വരും. ഇപ്പോ തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റും ഈ മസാലയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കിട്ടും. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് വേവിക്കരുത്. ഈ ക്യാരറ്റിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും.
ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മളിത് ഈ റോസ്റ്റ് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി മൂടി അടച്ച് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. കാരറ്റൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത്. ചെറുതായി ഒന്ന് കടിക്കുന്ന രീതിയിൽ വേണം കാരറ്റൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് എരിവൊന്ന് ബാലൻസ് ചെയ്യാനായി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ തൂവിയതിന് ശേഷം നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാരറ്റ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾ പോലും നന്നായി ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്.